ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കൈത്താക്കാലം 4-ാം ഞായർ. തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെ വാക്യങ്ങൾ. ഞങ്ങളോ കർത്താവിൻ്റെ വാത്സല്യ ഭാജനങ്ങളായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് എപ്പോഴും കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങളെ അവിടുന്ന് ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ വിളിച്ചത്. അതിനാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വചനത്താലോ ലേഖനത്താലോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയും നമ്മെ സ്നേഹിച്ച് നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും കൃപയിലൂടെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങൾ ആശ്വസിപ്പിക്കുകയും എല്ലാ നല്ല പ്രവൃത്തിയിലും വചനത്തിലും നിങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇതിലെ ഒരു വാക്കിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതിനാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വചനത്താലോ ലേഖനത്താലോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുവിൻ. പാരമ്പര്യങ്ങൾ. നിങ്ങളിത് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ കുറച്ച് പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അവർ കമൻറ്റ് ബോക്സിൽ ഇടാൻ സാധ്യതയുണ്ട്. ഇടട്ടെ. പാരമ്പര്യങ്ങളൊന്നും തന്നെ വേണ്ട എന്നാണ് കർത്താവ് എല്ലാ പാരമ്പര്യങ്ങളും റദ്ദാക്കി എന്നൊക്കെയാണ് അവർ പഠിപ്പിക്കണേ. സോളാ സ്ക്രിപ്തൂര എന്നാണ് അവർ പറയണേ. ബൈബിൾ എലോൺ, ഈ എഴുതപ്പെട്ട വചനം മാത്രം മതി. പക്ഷെ ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? വചനത്താലോ ലേഖനത്താലോ ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറിയ പാരമ്പര്യങ്ങൾ. പാരമ്പര്യങ്ങൾ എന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് പാരാദോസിസ് എന്നാണ്. പാരാഡിഡോമി ഇല്ലേ, കൈമാറുക, ഏൽപ്പിച്ചു കൊടുക്കുക, ഒറ്റിക്കൊടുക്കുക. ആ വാക്കൊക്കെ അത് തന്നെയാണ്. അതിൻ്റെ നാമരൂപമാണ് പാരാദോസിസ്. പാരമ്പര്യങ്ങൾ, കൈമാറി കിട്ടുന്ന പാരമ്പര്യങ്ങൾ, കൈമാറി നൽകപ്പെടുന്ന പാരമ്പര്യങ്ങൾ. അത് ലേഖനം വഴിയാകാം, വചനം വഴിയാകാം, വാമൊഴിയാകാം. അത് പ്രായോഗിക നിർദ്ദേശങ്ങളുണ്ടാകാം, സ്ലീഹന്മാരെ കൽപ്പനകളുണ്ടാകാം, ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള കെരിഗ്മ. ഇതൊക്കെയാണ് ഈ കൈമാറി കിട്ടിയ പാരമ്പര്യം എന്ന് പറയുന്നത്. അനുദിന ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുദിന ജീവിതം, നിത്യേനയുള്ള ജീവിതം അതെങ്ങനെ ജീവിക്കണമെന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ, സ്ലീഹന്മാരുടെ കൽപ്പനകൾ, ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള കെരിഗ്മ, ഇതൊക്കെയാണ് കൈമാറി കിട്ടിയ പാരമ്പര്യം എന്ന് പറയണേ. തെസ്സലോനിക്കയിലെ സഭ സ്ഥാപിക്കുന്നത് 51-ലൊക്കെയാണ്. 50-ലാണ്. ക്രിസ്തുവർഷം 50-ലാണ്. 51-ലാണ് ഈ ലേഖനം എഴുതണേ. രണ്ടാമത്തെ ലേഖനം 51-ന്റെ അവസാനമോ അല്ലെങ്കിൽ 52-ന്റെ ആരംഭത്തിലോ. അപ്പോൾ സഭ സ്ഥാപിച്ചു കഴിഞ്ഞ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ ലേഖനം എഴുതുക. ആ ലേഖനത്തിൽ പറയാണ്, ഞങ്ങൾ കൈമാറി തന്ന പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുക. പുതിയ നിയമത്തിൽ 27 പുസ്തകം ഉണ്ടെങ്കിൽ ആ 27 പുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകമാണ് തെസ്സലോനിക്ക ആദ്യം എഴുതപ്പെട്ടത്. സമയക്രമം അനുസരിച്ച് ആദ്യം എഴുതപ്പെട്ടത് തെസ്സലോനിക്ക ലേഖനം, 1-ാമത്തെ ലേഖനം. ഏതാനും ആഴ്ചകളോ മാസങ്ങളോ കഴിയുമ്പോൾ 2-ാമത്തെ ലേഖനം. ക്രിസ്തുവർഷം 51-ല്. അപ്പോൾ സോളാ സ്ക്രിപ്തൂര എന്ന് പറഞ്ഞാൽ അന്ന് ബൈബിളുണ്ട്. പുതിയ നിയമമുണ്ടോ? സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നത് പിന്നീടല്ലേ? മറ്റു ലേഖനങ്ങൾ എഴുതപ്പെടുന്നത് പിന്നീടല്ലേ? കർത്താവ് ഈശോ മിശിഹാ AD 33 ഏപ്രിൽ 5-ാം തീയതി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. AD 51-ലാണ് ആദ്യത്തെ പുതിയ നിയമത്തിൽ ആദ്യത്തെ പുസ്തകം എഴുതപ്പെടുന്നത്. തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനമാണ്. അപ്പോൾ ഈ AD 33 തൊട്ട് 50 വരെ എന്തായിരുന്നു തിരുവചനം? ലിറ്റർജി ആയിരുന്നു തിരുവചനം. വാമൊഴിയായിട്ട് 50-ലാണ് അല്ലെങ്കിൽ 51-ലാണ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനം. അപ്പോൾ വാമൊഴിയായും വചനമായിട്ടാണ് വചനം നിന്നിരുന്നേ. ബൈബിള് തിരുവചനം നിന്നിരുന്നത് വാമൊഴിയായിട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വചനത്താലോ ലേഖനത്താലോ ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറിയിട്ടുള്ള പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുക. പൊതുവെ 2 ഗണത്തിൽ പെടുന്ന പാരമ്പര്യങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, വിശ്വാസവുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ സിദ്ധാന്തങ്ങൾ. ഈ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ 5-ാമത്തെ വാക്യം, 2 തെസ്സലോനിക്ക 2:5. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇക്കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുവെന്ന് ഓർക്കുന്നില്ലയോ? ഒരു 5-6 മാസം മുമ്പ് തെസ്സലോനിക്കയിൽ എത്തി ഞാൻ. അവിടെ സുവിശേഷം പ്രസംഗിച്ചു. അവിടെ പ്രസംഗിച്ചു. അവിടെ പ്രശ്നമുണ്ടായപ്പോൾ ബെറായ എന്ന സ്ഥലത്തേക്ക് പോയി. ഞാൻ കഴിഞ്ഞ മാസത്തിൽ, ജൂൺ മാസത്തിൽ ആ സ്ഥലങ്ങളൊക്കെ പോയി അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണും. അപ്പോൾ പൗലോസ് ഫിലിപ്പിയിൽ കിടന്ന ജയിലും പിന്നെ തെസ്സലോനിക്കയിൽ പോയതും ആ കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ AD 50 ക്രിസ്തുവർഷം 50
പൗലോസ് തെസലോനിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അവിടെ പോയി അവനോട് പറയാണ്, നിങ്ങളോട് കൂടി ആയിരിക്കുമ്പോൾ കുറച്ച് ആഴ്ചകളെ പറ്റിയുള്ളൂ, അപ്പോഴേക്കും അവിടെ പ്രശ്നമായി. അങ്ങനെ ബെറയ എന്ന സ്ഥലത്തേക്ക് നാട് കടത്തി പൗലോസിനെ. അപ്പോൾ നിങ്ങളോട് കൂടി ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. ശ്ലൈഹിക കെരിഗ്മ അത് വാമൊഴിയായിട്ടാണ് പറഞ്ഞത്. അത് പിന്നീട് ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളോട് പറഞ്ഞിരുന്ന കാര്യം നിങ്ങൾ ഓർക്കുക. അത് പാരമ്പര്യമാണ്, ശ്ലൈഹിക പാരമ്പര്യമാണ്. 1 കൊരിന്തോസ് 11:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ സകല കാര്യങ്ങളിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങൾ ഏൽപ്പിച്ചു തന്ന പാരമ്പര്യങ്ങൾ അതേപടി പാലിക്കുകയും ചെയ്യുന്നതിനാൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നു. ആ വചനം നോക്കിയേ, നിങ്ങൾ സകല കാര്യങ്ങളിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങൾ ഏൽപ്പിച്ചു തന്ന പാരമ്പര്യങ്ങൾ, പാരാഡോസിസ്, അതേപടി പാലിക്കുകയും ചെയ്യുന്നതിനാൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നു. അപ്പോൾ ഈ വിശ്വാസവുമായി, ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ സിദ്ധാന്തങ്ങളാണ് പാരമ്പര്യങ്ങളിൽ ഒന്നാമത്തത്. രണ്ടാമത്തത് ധാർമ്മിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, പെരുമാറ്റ രീതികൾ. ഈ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ പെരുമാറണം. അത് 3:6 2 തെസലോനിക്ക 3:6 പറയുന്നുണ്ട്, സഹോദരന്മാരെ, ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിൽ ക്രമം വിട്ട് നടക്കുന്ന ഏത് സഹോദരനിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഇതേ കാര്യമാണ് ഈ അടുത്ത കാലത്ത് എറണാകുളത്തെ വിമത വൈദികരെ കുറിച്ചും അൽമായ മുന്നേറ്റക്കാരെ കുറിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. അവർ ശീഷ്മയിലാണ്. ശീഷ്മയിൽ അയക്കുന്ന വിമത വൈദികരെ നിങ്ങൾ അനുസരിക്കരുത്, അനുകരിക്കരുത്. പൗലോസിന്റെ വാക്കുകളാണ്. ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞ് നടക്കുന്ന മെത്രാന്മാർക്ക് തിരുവചനങ്ങൾ അറിയില്ല എന്നർത്ഥം. സഹോദരന്മാരെ, ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിൽ ക്രമം വിട്ട് നടക്കുന്ന ഏത് സഹോദരനിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിൽ ക്രമം വിട്ട് നടക്കുന്ന പെന്തക്കോസ്തക്കാര്, ക്രമം വിട്ട് നടക്കുന്ന ദൈവസഭക്കാര്, ക്രമം വിട്ട് നടക്കുന്ന യഹോവ സാക്ഷികള്, അവരിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹന്മാർ ആജ്ഞാപിക്കുന്നു. അപ്പസ്തോലന്മാരെ സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലാണ് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ക്രിസ്റ്റാഡൽഫിയൻസും പിന്നെ യഹോവ സാക്ഷികളൊക്കെ നടക്കുന്നത്. അവരിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ്, അകന്നു നിൽക്കണമെന്നാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്ലീഹന്മാർ ആജ്ഞാപിക്കുന്നത്. സഭാംഗങ്ങളുടെ ഏത് പ്രവർത്തനങ്ങളും ഈ പാരമ്പര്യവുമായി, ശ്ലൈഹിക പാരമ്പര്യവുമായി പൊരുത്തപ്പെടുത്തി വേണം അളക്കാനും വിധിക്കാനും. തീർച്ചയായും പൗലോസിന്റെ വ്യക്തിപരമായ ജീവിതവും ശ്ലൈഹിക മതബോധനത്തിന്റെ ഭാഗമായിരുന്നു. അതിനാൽ അത് മാതൃകയാണ്. അപ്പോൾ പൗലോസിന്റെ മാതൃകാ ജീവിതവും പാരമ്പര്യമാണ്. ഇതേക്കുറിച്ച് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഹോമിലീസ് ഓൺ 2 തെസ്സലോനിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് സ്ലീഹന്മാർ എല്ലാ കാര്യങ്ങളും എഴുതിയല്ല കൈമാറിയത്, പലതും എഴുതപ്പെടാതെ തന്നെ കൈമാറിയിട്ടുണ്ട്. അതാണ് വാമൊഴിയായ പാരമ്പര്യം. ലിഖിത വചനവും അലിഖിത പാരമ്പര്യവും വിച്ഛേദിക്കാൻ കൊള്ളാവുന്നവയാണ്. അതിനാൽ സഭയുടെ പാരമ്പര്യത്തെ വിച്ഛേദിക്കാൻ കൊള്ളാവുന്നതായി നാം പരിഗണിക്കേണ്ടതുണ്ട്. ഇതാണ് മജിസ്റ്റേരിയം എന്ന് പറഞ്ഞിട്ട് സഭയുടെ പ്രബോധനാധികാരം. ഈ സ്വർഗരാജ്യം താക്കോലിൽ സഭയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കെട്ടാനും അഴിക്കാനും പഠിപ്പിക്കാനും അതിനൊക്കെയുള്ള അധികാരം സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. സഭ അത് ചെയ്യും, ഔദ്യോഗികമായി സഭ അത് ചെയ്യും. എന്നാൽ അത് മനസ്സിലാക്കാനോ അത് വേണ്ടതും ഉൾക്കൊള്ളാനോ പലപ്പോഴും ഈ ചെറിയ നേതൃത്വങ്ങൾ ശ്രമിക്കാറില്ല. എന്നിട്ട് പണ്ട് 40-40 വർഷം മുമ്പ് സെമിനാരി പഠിച്ച കാര്യം തന്നെ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. മനുഷ്യർക്ക് സഹി കെടുകയാണ്. കാരണം എന്താ, ഈ അവര് ചെറുപ്പമായിരുന്നപ്പോൾ കേട്ട കാര്യങ്ങൾ തന്നെ വികാരിച്ചും പിന്നെയും പറയാണ്. ഈ അച്ഛന്മാരുടെ ഗ്രൂപ്പിലൊക്കെ വചന സന്ദേശം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ അച്ഛന്മാരെ കല്ലെറിയാൻ തോന്നും. അതായത് കൊച്ചുകുട്ടികൾ മതബോധന ക്ലാസ്സിൽ പോലും അതിനേക്കാൾ നന്നായിട്ട് അവരെഴുതും. ഈ പണ്ട് പഠിച്ച ചില സംഗതികൾ പിന്നെയും ചവച്ചുകൊണ്ടിരിക്കുക. മാർപ്പാപ്പ അവരെ ചാക്രിക ലേഖനം വായിച്ചിട്ടോ, അല്ലെങ്കിൽ ബെനഡിക്ട് മാർപ്പാപ്പ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ പുസ്തകം വായിച്ചിട്ടോ, അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ പള്ളിപ്രസംഗങ്ങൾ വായിച്ചിട്ടോ ഒന്ന് അപ്ഡേറ്റ് ആകണ്ടേ. പിന്നെ ഈ AI ടൂൾ വെച്ചിട്ട് മാത്രം ചോദിച്ച് അത് മര്യാദയ്ക്ക് ചോദിച്ചാൽ കുറച്ചുകൂടി നല്ല ആശയമൊക്കെ തരും. അത് പക്ഷെ മറ്റുള്ളവർക്ക് കിട്ടില്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരണ്ടേ? ഈ പഠനങ്ങളെല്ലാം വെളിച്ചത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഇതൊക്കെ ധ്യാനിച്ചിട്ട് വേണ്ടേ സന്ദേശം പുറത്തേക്ക് വരാൻ? അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പാരമ്പര്യങ്ങൾ പാടില്ല,
വേദപുസ്തകം മാത്രം മതി എന്നൊക്കെ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും മറ്റൊക്കെ പഠിപ്പിച്ച് നടക്കുമ്പോൾ നമ്മൾ ഈ തിരുവചനങ്ങൾ ഉപയോഗിക്കണ്ടേ? ഞാൻ എത്ര തിരുവചനങ്ങൾ പറഞ്ഞത് പാരമ്പര്യങ്ങളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത്? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പാരമ്പര്യങ്ങൾ. സത്യവേദ പുസ്തകത്തിൽ ആ വാക്ക് ശരിക്കും തർജ്ജമ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കീഴ്വഴക്കം, സമ്പ്രദായം എന്നൊക്കെ പറയും. 2 തരത്തിൽ പാരമ്പര്യങ്ങളുണ്ട്. മാനുഷിക പാരമ്പര്യങ്ങളുണ്ട്. അത് കർത്താവ് അതിനെ നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട്, ഇല്ലേ? മാനുഷിക പാരമ്പര്യങ്ങൾ. പിന്നെ ശ്ലൈഹിക പാരമ്പര്യങ്ങളുണ്ട്. അത് വിശുദ്ധ പാരമ്പര്യങ്ങളാണ്, ദൈവിക പാരമ്പര്യങ്ങളാണ്. അപ്പോൾ മാനുഷിക പാരമ്പര്യങ്ങൾ വേറെ, ദൈവിക പാരമ്പര്യങ്ങൾ വേറെ. ദൈവിക പാരമ്പര്യങ്ങളാണ് ശ്ലൈഹിക പാരമ്പര്യങ്ങളായിട്ട് നമുക്ക് കൈമാറി കിട്ടിയിരിക്കുന്നത്. മാനുഷിക പാരമ്പര്യങ്ങളുണ്ട്, ചിലയിടത്ത് നൊവേന, അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. കത്തോലിക്ക സഭ ശുദ്ധീകരണം ആവശ്യമുണ്ട്, ഒരു സംശയ കാര്യത്തിലില്ല. മാനുഷികമായ പാരമ്പര്യങ്ങൾ ധാരാളം കത്തോലിക്ക സഭയിൽ കടന്നുകൂടിയിട്ടുണ്ട്, അത് ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് ദൈവികമായ പാരമ്പര്യങ്ങളെ ശ്ലൈഹിക പാരമ്പര്യങ്ങളെയും തള്ളിക്കളയണമെന്ന് പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും പറഞ്ഞ് ശരിയാകുമോ? മാനുഷിക പാരമ്പര്യങ്ങളെ ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സഭയുടെ ശുദ്ധീകരണം എല്ലാ കാലത്തും നടക്കേണ്ടതാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നു. ശുദ്ധീകരണം ആവശ്യമുണ്ടെന്ന് കരുതി സഭയ്ക്ക് പുറത്തു പോയാലോ? അപ്പോൾ രക്ഷയിൽ നിന്ന് പുറത്തു പോകും. സഭയ്ക്ക് പുറത്തു പോയാൽ രക്ഷയിൽ നിന്ന് പുറത്തു പോകും. കാരണം രക്ഷിക്കുന്ന മാമോദീസ, കൗദാശികമായ മാമോദീസ, രക്ഷിക്കുന്ന മാമോദീസ കത്തോലിക്ക സഭയിലേ ഉള്ളൂ, അല്ലെങ്കിൽ കത്തോലിക്ക സഭ പോലെയുള്ള ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭകളിലേ ഉള്ളൂ. പുറത്തു പോയിട്ട് അവർക്ക് കുറച്ച് അച്ഛന്മാരുണ്ടെന്നോ കപ്പ്യാരുണ്ടെന്നോ അതൊന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, യാഥാർത്ഥ്യം ഉണ്ടാകില്ല. ഈ തുടർച്ചയിലാണ്, ഇടമുറിയാത്ത ചങ്ങലയിലാണ്, ശൃംഖലയിലാണ്, ശ്ലൈഹിക ശൃംഖലയിലാണ് ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ നടക്കൂ. അപ്പോൾ അതുകൊണ്ട് ഈ പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനം എന്ന് പറഞ്ഞാൽ തിരുവചനത്തിൽ അടിസ്ഥാനമിട്ട പ്രബോധനം, പൗലോസിന്റെ ലേഖനങ്ങളിൽ അടിസ്ഥാനമിട്ട പ്രബോധനമാണ്. അത് നിരസിക്കുന്നവർക്കെതിരെ നമ്മൾ പ്രസംഗിക്കേണ്ടതുണ്ട്. അവരെ ശപിക്കാനോ അല്ല, അവർ തെറ്റിതിരുത്തി സഭയിലേക്ക് തിരിച്ചു വരാൻ. ഇത് നമ്മുടെ ദൗത്യമാണ്. നമുക്ക് മറ്റുള്ളവർ സുവിശേഷം പ്രസംഗിക്കുന്നത് പോലെ തന്നെ നമ്മിൽ നിന്നും പിരിഞ്ഞു പോയ മനുഷ്യരെ, വേറിട്ട് പോയ മനുഷ്യരെ, വിഭാഗീയതയിലൂടെ തിരിഞ്ഞു പോയ മനുഷ്യരെ, അവരോട് സുവിശേഷം പ്രസംഗിച്ച് അവരും തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതും നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാണ്. അതാണ് പൗലോസ് പറഞ്ഞത്. നമുക്കത് കേൾക്കാം, നമുക്ക് അനുസരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.